കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പകൽവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണയാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ഈ രാവിലെ ദൈവപാദപീഠം അടുത്തു വരാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ കൃപ നമ്മെ താങ്ങി. നാം ആയിരുന്നിടങ്ങളിൽ ക്ഷേമമായി കർത്താവ് നമ്മെ പരിപാലിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുകയുണ്ടായി. അതിലൊക്കെ കടന്നു വരുവാനും സമ്മതിപ്പാനും മനസ്സ് കാണിച്ച എല്ലാവരെയും ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാലാവസ്ഥയുടേതായ വ്യതിയാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആത്മീക യോഗങ്ങൾക്ക്, ആത്മീയ കൂട്ടായ്മകൾക്ക് അത് ഒരു തടസ്സം എന്ന് തോന്നിയാലും ഉത്സാഹത്തോടെ അതിൽ കടന്നു വരാനും സംബന്ധിക്കുവാനും ഒക്കെ കർത്താവ് താല്പര്യം നൽകിയ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ ജയോത്സവമായി ഇത്രത്തോളം നടത്തിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ മാനവും അർപ്പിക്കുമ്പോൾ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന അല്ലെ നമ്മുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു. വേർപാടിന്റെ വേദനയിലൂടെയും നമ്മുടെ പ്രിയ ഭവനം കടന്നുപോയി, ആ ഭവനത്തിലും കടന്നുപോയി. നമ്മുടെ സഭയുടെ സാന്നിധ്യം അവിടെ അറിയിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കി. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും ദൈവം നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും 89-ാം സങ്കീർത്തനത്തിന്റെ 2ാമത്തെ ഭാഗമാണ് വായിപ്പാനിടയായത്. ആദ്യത്തെ 14 വാക്യങ്ങൾ വായിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ച അതിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് അവസരങ്ങൾ നൽകി. യഹോവയുടെ ഭുജത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനിടയായത്. ദൈവമക്കൾക്ക് അത് ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു എന്ന് സാക്ഷ്യത്തിൽ കൂടെ കേൾക്കുവാനിടയായി. കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കട്ടെ. ഇന്ന് തുടർന്ന് അതിന്റെ 35 വരെയുള്ളതായ വാക്യങ്ങൾ 15 മുതൽ വായിപ്പാനിടയായി തീർന്നു. ഈ പകൽക്കാലത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കും ആലോചനയ്ക്കുമായി 33, 34 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 89-ാം സങ്കീർത്തനം 33-ഉം 34-ഉം വാക്യങ്ങൾ ദൈവസന്നിധി വായിക്കാം. ആ 34-ാം വാക്യം കൂടെ. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. 33, 34 വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി വായിച്ച് നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രധാനമായും 4 ചിന്തകളാണ് അതിനകത്ത് കാണുവാൻ കഴിയുന്നത്. 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണാൻ കഴിയുന്നു: എന്റെ ദയ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല. 2, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. 3, എന്റെ നിയമത്തെ ഞാൻ ലംഘിക്കയില്ല. 4, എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയില്ല. ഹല്ലേലൂയ. വളരെ സന്തോഷമായി ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കുക. ആ വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ തന്നെ നമ്മുടേതായ ജീവിതത്തിൽ അതിൽ വലിയ സന്തോഷം പ്രാപിപ്പാൻ കഴിയും. നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകതകളാണ് അത് നമുക്കിവിടെ കാണാനായി കഴിയുന്നത്. ആ വാക്യത്തിൽ 2 വാക്യങ്ങൾ, ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് വർണ്ണനകൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ വായിച്ചതായ വാക്യത്തിൽ 4 പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്റെ ദയ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു ദൈവം ദയ കാണിക്കുന്നവന്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവസന്നിധിയിൽ കൂടി വന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിച്ചാൽ, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുക്കുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെയും ദൈവം കണക്കിടുമ്പോൾ പിതാക്കന്മാരുടെ വിശ്വസ്തത 1000 തലമുറ വരെയും ദൈവം, ഹല്ലേലൂയ, ദീർഘമാകാണിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1000 തലമുറ വരെ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റില്ലാത്ത നിലകളില്, പരിധിയില്ലാത്ത നിലകളില് വിശ്വസ്തതയോടെ നിന്ന് ദയ കാണിക്കാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. ഇവിടെ വായിച്ച വചനത്തില് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു: ഞാൻ എന്റെ ദയ അവങ്കൽ നിന്ന് മാറ്റിക്കളയുകയില്ല. അല്ലെങ്കിൽ എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം അത് ചെയ്യുകയില്ല. എന്നാൽ നമ്മൾ അവിശ്വസ്തരായാൽ ദൈവം ദയ എന്ത് ചെയ്യും? മാറ്റും. ഹല്ലേലൂയ. ഇത്
എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ വാക്കുകളാ. നമുക്ക് ഒരു നിമിഷം അതൊന്ന് ശ്രദ്ധിക്കാം, അത് അങ്ങനെയാണോ എന്നുള്ളത്. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ വചനം അതേപോലെ അവിടെ നമുക്ക് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. 2 ശമൂവേൽ 7:15 വാക്യം. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കൽ നിന്ന് എന്റെ ദയ നീക്കിയതുപോലെ, ഹല്ലേലൂയ, എന്റെ ദയ അവന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അപ്പൊ തള്ളിക്കളഞ്ഞ ആ ശൗലിൽ നിന്ന് ദൈവം തന്റെ ദയ എന്ത് ചെയ്തു? മാറ്റി നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അവനെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. അവനെ അഭിഷേകം ചെയ്യാൻ ശമൂവേലിനെ നിയോഗിച്ചത് ദൈവമാണ്. വളരെ നല്ല നിലവാരത്തിൽ അവനെ ദൈവം ഉയർത്തിക്കൊണ്ടൊക്കെ വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരർഹതയും ഇല്ലാത്തവനെ, ഒരു യോഗ്യതയും പറയാനില്ലാത്തവനെ, ഹല്ലേലൂയ, കഴുതകളെ തേടി പുറപ്പെട്ടവൻ രാജാവിന്റെ അഭിഷേകവും പ്രാപിച്ചാണ് ഭവനത്തിൽ മടങ്ങിച്ചെന്നത് എന്നുള്ളത് അല്ലെങ്കിൽ വചനമറിയാവുന്ന ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിഗണനയിൽ ദൈവം അവനെ ഉൾപ്പെടുത്തി, അവനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അവിശ്വസ്തര ജീവിതത്തിൽ വന്നപ്പോൾ, ദൈവം ആഗ്രഹിക്കാത്തതായ പല ജീവിത നിലവാരങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, ദയ നീക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം തന്നെ ദയ നീക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം അനുതപിക്കുന്നവനല്ല എങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ദൈവം അനുതപിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തന്നെ നാം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനെ കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം തന്നെ ആരാധിപ്പാൻ, തന്നെ സേവിക്കുവാൻ, തനിക്ക് ഒരു വിശുദ്ധ ജനമായി തീരേണ്ടതിന് ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ആദമിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവീനെന്ന് പെരുകുവീനെന്നുള്ള വാഗ്ദത്തത്തോടുകൂടെ ദൈവം അവരെ ഈ ഭൂമിയിലാക്കി. പക്ഷേ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇവരെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അനുതപിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അല്ലെ, ദൈവം നമ്മെ കുറിച്ച് അത്തരം ഒരു കാര്യം പറയാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഞാൻ അവനെ സൃഷ്ടിച്ചതുകൊണ്ട്, ഞാൻ അവനെ തെരഞ്ഞെടുത്തതുകൊണ്ട്, എന്റെ കൃപ ഞാൻ അവന്റെ മേൽ പകർന്നതുകൊണ്ട്, എന്റെ അഭിഷേകം അവന്റെ മേൽ പകർന്നതുകൊണ്ട്, അവനെ ഒരു ദൈവവൈതലാക്കി ഞാൻ തീർത്തതുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരുന്ന രീതികളിലൂടെ അല്ലെ ഇടപാടിലൂടെ പോയാൽ അത് ഹല്ലേലൂയ ഒരു ദൈവദാസനായാലും കൊള്ളാം, ഒരു വിശ്വാസിയാണെങ്കിലും കൊള്ളാം, ദൈവം അനുദപിക്കുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാസകാലം എങ്ങനെ കഴിക്കണമെന്ന് വേദപുസ്തകം പറയുന്നത് ഭയത്തോടെ കഴിക്കണം. ഹല്ലേലൂയ. എന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ അത് 80, അത് വേഗം തീരുകയും അത് പറന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ഈ പ്രവാസകാലം വളരെ ഭയത്തോടുകൂടെ, വളരെ ഭക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കണം. കാരണം നാം സേവിക്കുന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ നിത്യ ദഹനത്തിന്റെ മുമ്പിൽ, ആ നിത്യ ക്രോധത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും നിലനിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു പക്ഷേ തെറ്റിന് മറയിടുന്ന, തെറ്റിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ ഒരു പക്ഷേ ലോകത്തിൽ കണ്ടെന്നിരിക്കുക, അല്ലെ നമ്മുടേതായ ചുറ്റുപാടുകൾ കണ്ടെന്നിരിക്കുക, ഒരു പക്ഷേ നാം ആയിരിക്കുന്നതായ മേഖലകളിൽ ഒക്കെ അങ്ങനെയുള്ളവരെ കണ്ടെന്നിരിക്കുക. എന്നാൽ തെറ്റിനോട് ഒരിക്കൽ പോലും യോജിക്കാൻ കഴിയാത്ത, അതിനോട് ഒരിക്കൽ പോലും ചേരാൻ കഴിയാത്ത, അതുമായിട്ട് യാതൊരു തരത്തിലുള്ളതായ ഒരു താദാത്മ്യത്തിനും തയ്യാറാകാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത്, ഞാൻ അവരെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അനുദപിക്കുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ അവരെ നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കി, തന്റെ മൂക്കിലെ ജീവശ്വാസം ഊതി അവരെ ജീവനുള്ള ദേഹിയായി തീർത്തു. മനുഷ്യന്റെ ഏകാന്തത മാറ്റുവാൻ അവനെ ഗാഠനിദ്ര വരുത്തി, അവന്റെ വാരിയലുകൾ ഒന്നെടുത്ത് അതിനെ ഒരു ഹല്ലേലൂയ സ്ത്രീയുടെ രൂപമാക്കി അവളെ ജീവനുള്ള ദേഹിയായി അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി അവരെ അനുഗ്രഹിച്ച് ഭൂമിയിൽ ഹല്ലേലൂയ പെരുക്കുമാറാക്കിയ ദൈവം പറയുക, ഞാൻ അവരെ നശിപ്പിച്ചു കളയും.
ദൈവമക്കളെ, നട്ടവന് പറിക്കാൻ അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ പറിച്ചെടുത്താൽ ആര് തടയും? ദൈവത്തിന് സ്തോത്രം. അവന് പറിച്ചെടുക്കാൻ അധികാരമുണ്ട്. നടാൻ മാത്രമല്ല, പറിച്ചെടുക്കാൻ ഹല്ലേലൂയ അധികാരമുണ്ട്. അവൻ പറിച്ചെടുത്താൽ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം, യഹോവയായ ദൈവം അവരെ തോട്ടത്തിനകത്താക്കിയെങ്കിൽ പിന്നീട് 3-ാം അധ്യായം പറയുന്നു അവരെ പുറത്താക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദയ മാറ്റുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ അവിശ്വസ്തത വന്നാൽ, ദൈവം ആഗ്രഹിക്കാത്ത നിലയിലൂടെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ചാഞ്ഞുപോയാൽ, നമ്മുടെ മനസ്സ് ചാഞ്ഞുപോയാൽ, നമ്മുടേതായ ജീവിതത്തിന്റെ ആ ലക്ഷ്യബോധത്തിൽ നിന്ന് നാം അകന്നുപോയാൽ, ഹല്ലേലൂയ ദൈവ മനുഷ്യനായി നിലകൊണ്ടേണ്ടതായ നാം ഒരു ലോക മനുഷ്യന്റെ നിലവാരത്തിലേക്ക് താണുപോയാൽ, അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നവൻ ഒരു മാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനൊരു പദവിയുണ്ട്. ഹല്ലേലൂയ. അവന് ഒരു അനുഗ്രഹമുണ്ട്. അവന്റെ മാനമെന്ന് പറയുന്നത് അവൻ പാർക്കുന്ന വീടിന്റെ വലിപ്പത്തിലല്ല. അവൻ മാനമെന്ന് പറയുന്നത് അവൻ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെതായ വെളിച്ചത്തിലല്ല. അവന്റെ മാനമെന്ന് പറയുന്നത് അവൻ ധരിക്കുന്ന ഡ്രസ്സിൻ്റെതായ വെളിച്ചത്തിലല്ല. അവനെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, ഹല്ലേലൂയ, ആ ഒരു കൃപ നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് കർത്താവ് ഗിരിപ്രഭാഷണ വേളയിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഈ കൃപ നഷ്ടപ്പെട്ടാൽ, ഈ അനുഭവം നഷ്ടപ്പെട്ടാൽ, ഈ രുചിപ്പിക്കുന്നതായ ദിവ്യ സ്വഭാവം അതിന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പുറത്തു കളയും. അതിനെ ദൈവം അകത്തിരുത്തുകയില്ല. പുറത്തു കളഞ്ഞാൽ മനുഷ്യർ അത് ചവിട്ടാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ, മനുഷ്യൻ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീ മനുഷ്യരെ അവരുടെ തലമേൽ കയറി എന്ന് പറഞ്ഞാൽ ചവിട്ടിയെന്ന അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവന്റെ രുചി നഷ്ടപ്പെട്ടു പോയി. അവനെ വിശേഷിപ്പിക്കുന്ന ആ സത്ത, ഹല്ലേലൂയ, ആ അനുഭവം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവനെ മണിക്കൂറുകൾക്കകം ഒരു പെട്ടിയിലാക്കി ഒരു കുഴിയിൽ വെച്ച ഒക്കുന്ന മനുഷ്യരെല്ലാം 2 തുള്ളി മണ്ണ് വാരിയിടും. ഹല്ലേലൂയ. അവരെ അടക്കം ചെയ്യും. കാരണം ജീവൻ പോയി. ജീവൻ ഉണ്ടെങ്കിലേ എല്ലാ പ്രയോജനമുള്ളൂ. അത് ലോകത്തിന്റെ ഗതി അതാണെങ്കിൽ, ദൈവമക്കളായ നമുക്ക് ഒരു പടി കൂടെ അപ്പുറത്ത് പറയാൻ കഴിയും. നമ്മിലൊരു ദൈവകൃപയുണ്ടെങ്കിലേ, നമ്മിലൊരു ദൈവത്തിന്റെ ഘടകമുണ്ടെങ്കിലേ, നമ്മിലൊരു ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത് കൊണ്ടാണ് നാം ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നത്, നാം ഒക്കെ മാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയരെ, ആ ഒരു അനുഭവം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള, സൂക്ഷിക്കാനുള്ളതായ പരമാധികാരം നമുക്ക്. ഞാൻ ഇങ്ങനെ ആയത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകാൻ കാരണം ഇന്നാരാണെന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തിയുടെ മേലോ ഒരു കുടുംബത്തിന്റെ മേലോ അതിനുള്ളതായ പാപഭാരം കെട്ടിവെക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ കാവൽക്കാർ നാം തന്നെയാണ്. നമ്മെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയും, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സൂക്ഷിപ്പിന്റെ ഉത്തരവാദിത്വം എനിക്ക്, അത് മറ്റൊരാൾക്കല്ല. ഭാര്യയെ സൂക്ഷിക്കേണ്ടത് ഭർത്താവല്ല, ഭർത്താവിനെ സൂക്ഷിക്കേണ്ടത് ഭാര്യയല്ല, മാതാപിതാക്കളെ സൂക്ഷിക്കേണ്ടത് കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളല്ല. ലൗകിക ബന്ധത്തിലൊക്കെ അതിൽ ഒരു പരിധി വരെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്മീക ജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടത് ഹല്ലേലൂയ നാം തന്നെ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോ നമ്മെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാ. പ്രിയരെ, ഈ പകൽക്കാലം ഹല്ലേലൂയ പരമാർത്ഥതയോടെ ഞാൻ ദൈവസന്നിധി പറയട്ടെ, ദൈവം അനുതപിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കർത്താവേ, അങ്ങയുടെ നാമത്തിന് അപമാനം വരുന്നതൊന്നും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വലിയ പേര് കിട്ടിയില്ലെങ്കിലും, വലിയ പെരുമ കിട്ടിയില്ലെങ്കിലും, വലിയ പ്രശംസ കിട്ടിയില്ലെങ്കിലും, കർത്താവേ, ഞാൻ നിമിത്തം അപമാനിക്കപ്പെടാൻ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഈ 2 നിലയിലും ലോകത്തിൽ അറിയപ്പെടാനിടയായിത്തീരും. ഹല്ലേലൂയ. പെരുമ കൊണ്ട്, നല്ല പേരുകൊണ്ടും അറിയപ്പെടാൻ കഴിയും. പേര് കേട്ടാൽ ലോകം എന്ത് ചെയ്യും?
അറിയപ്പെടും. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ അത്ര ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് സൈഡ് വന്നാലും വേഗത്തിൽ ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ ഈ മീഡിയാസിലൂടെ ഒക്കെ അത് സെർച്ച് ചെയ്യുന്നവർക്കറിയാം. പലരും എന്നോട് പറയാനിടയായി ചില ന്യൂസുകളൊക്കെ വന്ന് ഇങ്ങനെ പരക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത്, നന്മ വന്നാലും അറിയുന്നത് പോലെ തിന്മ വന്നാലും അറിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം അറിയപ്പെടുന്നവരല്ലെങ്കിൽ മീഡിയകൾ നമ്മളെ അറിയപ്പെടുന്നവരാക്കും. ഹല്ലേലൂയ. ഒരു പോരായ്മ വന്നാൽ അതുകൊണ്ട് ഹല്ലേലൂയ വലിയ പേര് കിട്ടിയില്ലെങ്കിലും വലിയ പെരുമ കിട്ടിയില്ലെങ്കിൽ കർത്താവേ വിശ്വസ്തയോടെ നിൽക്കാൻ എന്നെ സഹായിക്കണേ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് ശൗലിൽ നിന്ന് കർത്താവ് തന്റെ ദയ എന്ത് ചെയ്തു? മാറ്റി. എന്താ അതിന് മാറ്റാനുള്ള കാരണം? ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് നമുക്കൊന്ന് പോകുമ്പോൾ അതിന്റെ കാരണങ്ങൾ വളരെ സംക്ഷിപ്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 1 ദിനവൃത്താന്തം അതിന്റെ 10-ാം അധ്യായം. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കയാലും മരിക്കേണ്ടി വന്നു. ദയ മാറ്റാനുള്ള കാരണം, ദൈവം തള്ളാനുള്ള കാരണം, ദൈവം അവനെ ഉപേക്ഷിക്കാനുള്ള കാരണം, ഹല്ലേലൂയ, തന്റെ ആ കൃപ, തന്റെ ആത്മാവിനെ അവനിൽ നിന്ന് എടുക്കാനുള്ള കാരണം ഈ 3 വിഷയമാണ്. അവൻ യഹോവയോട് അതിക്രമം ചെയ്തു. ഞാൻ വിവരിക്കുന്നില്ല, പല പ്രാവശ്യം ഞാൻ ആ ഭാഗം ഓർപ്പിച്ചതാ. യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും. അപ്പോൾ ഓർക്കണം, ഗുരുതരമായ ഒരു വലിയ വീഴ്ച അതാ. വചനം ദൈവം തന്നിരിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം? പ്രമാണിക്കണം. എങ്ങനെ പ്രമാണിക്കണമെന്നൊക്കെ നമുക്കറിയാം. ഞാനത് പറയാൻ വീണ്ടും ആഗ്രഹിക്കുന്നില്ല. അത് പ്രമാണിക്കാതിരുന്നാൽ അത് തെറ്റാ, അത് വലിയ ദോഷമാ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അരുളപ്പാട് ചോദിക്കേണ്ടവനോട് എന്ത് ചെയ്യാവൂ? ചോദിക്കാവൂ. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമല്ലാത്ത ആളുകളോട് പോയി അരുളപ്പാട് ചോദിക്കാൻ പോയാൽ അതും ദൈവശിക്ഷയ്ക്ക് കാരണമായി തരും. അതുകൊണ്ട് വിവേചിച്ചറിയണം, തിരിച്ച് മനസ്സിലാക്കണം. ഈ ആത്മാവ്, ഈ വ്യക്തിയുടെ മേലുള്ള ആത്മാവ്, അത് ദൈവാത്മാവ് തന്നെയാണോ? ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾക്ക് തിരിച്ചു പറയാനൊരു മറുപടി കാണും. പാസ്റ്ററെ, ഞങ്ങൾ ലോകപരമായി എങ്ങും ആരുടെ അടുക്കൽ പോയി ഒരു മാനുഷിക ആലോചനയ്ക്ക് വേണ്ടി ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്നൊക്കെ നമ്മൾ സങ്കല്പിച്ചു വെക്കുന്ന പല ആളുകളുടെ മേലും വ്യാപരിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എങ്കിലും ചിലതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ പലരെയും വിശ്വസിപ്പാൻ കഴിയാതെ പോകും. ഹല്ലേലൂയ. ഈ അടുത്ത ചില കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേർപെട്ട സഭകളിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞൊരു കാര്യം, മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്യുന്ന ഒരു ഇടപാടുണ്ടെന്ന്. നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മുടെ അടുത്ത സ്ഥലമായ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ ഒരു കേന്ദ്രമുണ്ട് പോലും. അവിടെ ചെന്ന് കാശ് കൊടുത്താൽ ഇത് ചാർജ് ചെയ്ത് കൊടുക്കുമെന്ന്. ആ ഒരു പൈശാചിക അനുഭവം ഈ വ്യക്തിയുടെ കയറും. വ്യക്തിയുടെ കയറിയാൽ അദ്ദേഹം ഏത് വ്യക്തിയെയും കണ്ടാൽ മതി, ചുമ്മാതിരുന്നാൽ മതി, അന്യഭാഷ പറയണ്ട. അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളും മുന്നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. വേഷം ആത്മീകന്റേതാ. കയ്യിലിരിക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകമാ. അദ്ദേഹം ശുശ്രൂഷിക്കുന്നത് ജനത്തിന്റെ വിശ്വാസികളുടെ നടുവില. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ പ്രസംഗിക്കുന്ന എന്നെയും വിവേചിച്ചറിയാനൊരു കാഴ്ചപ്പാട് ദൈവമക്കൾ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മാവിനെ വിവേചിച്ചറിയണമെന്ന് വേദപുസ്തകം പറയുന്നത്. അത് ദൈവത്തിൽ നിന്നു തന്നെ ഉള്ളതോ
എന്ന് വിവേചിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ശൗലിനെ കുറിച്ചുള്ള ഒരു വലിയ ദൈവത്തിന്റെ കംപ്ലൈന്റ് ഇതാണ്. അവൻ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കാൻ പോയി. ദൈവമക്കളെ, ദൈവമല്ലാത്തവയുടെ മുമ്പിൽ, ദൈവാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നതിന്റെ മുമ്പിലല്ല, അല്ലെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അനുഭവത്തിൽ അറിയാവുന്നതിന്റെ മുമ്പിൽ മാത്രമേ ഒരു ദൈവശബ്ദത്തിനു വേണ്ടി ഒരു ദൈവപൈതലിന്റെ തല വണക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകനെന്ന് കേട്ടാൽ ഓടിപ്പോകുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. വിശന്ന് കണ്ണ് കാണാതെ ഇരിക്കുന്നവൻ ഹോ എന്ന് മാത്രം കണ്ടാൽ ചാടിക്കയറുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കയറി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇത് ഹോട്ടലല്ല. ആ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് കണ്ണങ്ങ് വല്ലാതെ ആയതുകൊണ്ടാണ് ഇത് ഏതാണെന്ന് തിരിച്ചറിയാനൊക്കാതെ പോയത്. എന്നതുപോലെ പ്രവാചകൻ എന്ന വാക്കിൽ ബലഹീനതയുള്ള ഒത്തിരി വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ. ആരാധിക്കുന്ന സ്വന്തം സഭയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ പോലും ഒരു പ്രവാചകൻ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ഏതറ്റം വരെയും അല്ലെങ്കിൽ രഹസ്യമായും പരസ്യമായും പോകുന്ന വിശ്വാസികളുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രവണത ഇല്ലെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെ ഒരു പ്രവണത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. അത് വളരെ ശോധന കഴിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും പോയി ഏതിന്റെയെങ്കിലും മുമ്പിൽ തലവണക്കി ആ ഉള്ള പോരാട്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി പിന്നെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒരുപക്ഷെ പോയ വിഷയത്തിനൊരു താൽക്കാലിക വിടുതൽ കിട്ടിയെന്നിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ജീവിതത്തിൽ ചിന്തിക്കാത്ത തരത്തിൽ കുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ അടിപ്പെടാനിട വരരുത്. അതുകൊണ്ട് ദൈവമക്കളെ, ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ള ഒരു വിവേചനത്തിന്റെ കൃപ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ ശോധന ചെയ്ത്, വളരെ പ്രാർത്ഥിച്ച്, വളരെ മനസ്സിലാക്കിയിട്ട് വേണം ഒന്നിന്റെ മുമ്പിൽ തലവണക്കുവാൻ, ഒന്നിന്റെ മുമ്പിൽ ആലോചന കേൾക്കുവാൻ, സമർപ്പിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശൗലിൽ നിന്ന് ദൈവം ദയ മാറ്റി. കാരണം അവന്റെ ജീവിതത്തിലെ അവിശ്വസ്തത. രണ്ടാമത്തെ ഭാഗം ഞാൻ വേഗത്തിൽ പറയാം. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തില്ല. ദൈവത്തിന് സ്തോത്രം. കൂടുതൽ വിശദീകരിപ്പാൻ സമയത്തിന്റെ അല്ലെങ്കിൽ പരിധി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ചിലർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി എല്ലാവരും വിശ്വസിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് നിർബന്ധമില്ല. ഒരുപക്ഷെ നാം വിശ്വസിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വിശ്വസ്തതയോടുകൂടെ തന്റെ പ്രവൃത്തി ചെയ്യാനിടയായിത്തീരും, തന്റെ നീതി വെളിപ്പെടുത്താനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. അതിനൊരിക്കലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ അവിശ്വാസം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചതിനെ, ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു കാര്യത്തെ ദുർബലപ്പെടുത്താനോ മടക്കുവാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതാണ്. ദൈവം തന്റെ വിശുദ്ധിയിൽ സത്യമായി അരുളി ചെയ്തത് ദൈവം നീതിയോടെ നിറവേറ്റാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. എങ്ങനെ പോയാലും എങ്ങനെ ജീവിച്ചാലും ദൈവം വാഗ്ദത്തം നിവർത്തിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കുടുംബത്തോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട്, ഹല്ലേലൂയ, ദൈവം ഒരു ദേശത്തോട് ഒരു ആലോചന പറഞ്ഞാൽ ആ ദേശം മുഴുവനും വിശ്വസിച്ചെങ്കിലേ ആ അത്ഭുതം നടക്കുകയുള്ളൂ എന്നില്ല. അതാ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. അതിൽ ചിലർ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടെ ദൈവം പറഞ്ഞതുപോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതിനകത്തുണ്ടെങ്കിൽ, ആ ഒരാൾ ഒരു ദേശത്തുണ്ടെങ്കിൽ, ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ചില പ്രിയപ്പെട്ടവരൊരു സഭയിലുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റാൻ ദൈവം വിശ്വസ്തന. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോട് അരുളി ചെയ്തതായ വാഗ്ദത്തങ്ങൾ, നമ്മുടെ കുടുംബത്തെ നോക്കി ദൈവം പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് ചോദ്യം ചെയ്തവർ എഴുന്നേറ്റപ്പോഴും ദൈവം പറഞ്ഞതിൽ ദൈവം വിശ്വസ്തനായിരുന്നു. എന്തുകൊണ്ട്? കണ്ണുനീരൊഴുക്കുവാൻ ഒരാളെങ്കിലും തയ്യാറായതുകൊണ്ട്, അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരാളെങ്കിലും തയ്യാറായതുകൊണ്ട്, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ദൈവം മുൻപാകെ സ്തോത്രം ചെയ്യാൻ ഇടയായതുകൊണ്ട് ഭംഗം വരുത്താതെ ദൈവം അത് നിറവേറ്റി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹന്ന പ്രാർത്ഥിച്ചു. ഹന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു തലമുറയെ തരണം. അവിടെ പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രവാചകനിലൂടെ ദൈവശബ്ദം കർത്താവ് കേൾപ്പിച്ചു. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ അവൻ കണ്ടു. ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൽക്കാനയുടെ മനോഭാവം നമുക്കറിയാം. വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആ ദൂതിന് ആമേൻ പറയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ പറയുന്ന വാക്കുകൾ ഇതാണ്: 10 പുത്രന്മാരെക്കാൾ ഞാൻ നല്ലവനാണ്, പിന്നെ എന്തിനു നീ കരയുന്നു? ഒരു ദൈവം ഒരു തലമുറയെ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തിനു നീ പ്രാർത്ഥിക്കുന്നു? അതിന്റെ ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ അനുഭവത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ആ വാക്തത്വം മുറുകെ പിടിച്ചുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിപ്പാനിടയായി. ദൈവം അത്ഭുതം ചെയ്യാനിടയായി. അത് നടക്കുമെന്ന് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ പോലും വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം എല്ലാവരും വിശ്വസിച്ചോ എന്ന് ദൈവം ചോദിക്കുന്നില്ല. എല്ലാവരും അത് ഏറ്റെടുത്തോ എന്ന് ദൈവം ചോദിക്കുന്നില്ല. ഏറ്റെടുക്കുന്ന ചിലരുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ചിലരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ ആമേൻ പറയുന്ന ചിലരുണ്ടെങ്കിൽ, തല വണക്കുന്ന ചിലരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി നീതി നിറവേറ്റുവാൻ ദൈവം ഈ പകൽക്കാലവും വിശ്വസ്തന. അങ്ങനെങ്കിൽ വിശ്വസ്തയ്ക്ക് ഭംഗമില്ലാത്ത നിലകളിൽ കാര്യങ്ങളെ നടത്തിയെടുക്കുവാൻ, കാര്യങ്ങളെ ചെയ്തു തരാൻ എന്റെ കർത്താവ് ഇന്നു പകലും ജീവിക്കുന്നു. അതോർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ ദയ നമ്മളിൽ നിന്ന് എടുത്തു കളയാതിരുന്നതുപോലെ അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താതെ ദൈവം നമ്മെ മാനിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പലരും ഭംഗം വരുത്താൻ ശ്രമിച്ചപ്പോ, ഹല്ലേലൂയ, പലരും ഭംഗം വരുത്താൻ ശ്രമിച്ചപ്പോ പറഞ്ഞതിന് വ്യത്യാസം വരുത്താതെ ദൈവം മാനിച്ചത് ദൈവത്തിന്റെ വിശ്വസ്തതയ. അവൻ ദൈവമായതുകൊണ്ടാണ് അവൻ അതങ്ങനെ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആ കർത്താവിന്റെ മുമ്പിൽ പരമാർത്ഥതയോടെ നമുക്ക് ജീവിക്കാം. 3-ാമത്തെ വിഷയം 34-ാമത്തെ വാക്യത്തിലേക്ക് നാം വേഗത്തിൽ കടന്നില്ലുക. അവിടെ വായിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട, അല്ലെങ്കിൽ എന്റെ നിയമത്തിന് ഞാൻ ലംഘനം കാണിക്കയില്ല. കർത്താവ് ഒരാളോടൊരു നിയമം ചെയ്താൽ ആ നിയമത്തിന് എന്ത് ചെയ്യത്തില്ല? ഹല്ലേലൂയ, ലംഘനം കാണിക്കയില്ല. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യം. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും. മതി. ദൈവ പൈതലേ, ദൈവം നോഹയോട് പറയുകയാ, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യാൻ പോകുകയാ. ആ തലമുറയിൽ ദൈവം നോക്കിയപ്പോൾ ആളുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരുത്തനേ ഉള്ളൂ. ഹല്ലേലൂയ. ആളുകൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ഒരു പെട്ടകത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും നോഹയാ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോഹയും ചെയ്തിരിക്കാം. ആ കാര്യത്തിൽ അവനെ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. ആ മരം വെട്ടാൻ പോയവരുണ്ട്, അത് ചുമന്നുകൊണ്ട് വന്നവരുണ്ട്, അതിന്റെ പുറത്തുള്ളതായ കൈന്തൊലിയൊക്കെ ചെത്തിമാറ്റിയവരുണ്ട്, അതിന്റെ ഉപയോഗപ്രദമായ നിലയിൽ അതിനെ മുറിച്ചവർ, കീറിയവരൊക്കെ ഉണ്ട്, അതിന്റെ പല പണിയിൽ ഏർപ്പെട്ട ആളുകളുണ്ട്, അതിനെ തട്ടുതായി തിരിച്ചവരുണ്ട്, കീല് തേച്ചവരുണ്ട്. ഇങ്ങനെ പല നിലകളിൽ അതിനെ സഹായിച്ച ആളുകൾ ഒത്തിരി പേരുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നോഹയേക്കാൾ കൂടുതൽ സാമർഥ്യമുള്ള, കഴിവുള്ള, അല്ലെങ്കിൽ എല്ലാ നിലയിലും പഠിപ്പുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ ആദരിക്കുന്ന, മാനിക്കുന്ന ഒത്തിരി ആളുകൾ അതിന്റെ ഇടയിലുണ്ട്. പക്ഷേ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആ നിയമം ഇതാണ്: നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും ഈ പെട്ടകത്തിനകത്ത് കടക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നിനക്കൊരു രക്ഷയുണ്ട്, നിനക്കൊരു വിടുതൽ ഇതിനകത്തുണ്ട്. ഈ പെട്ടകത്തിലൂടെ നിനക്കൊരു ഉദ്ധാരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കഴിവുള്ളവർ പലരും ഉണ്ടായിരിക്കെ, അല്ലെ കഴിവുകേടുകളുടെ ഒരുപക്ഷെ അനുഭവങ്ങൾ മാത്രമേ പറയാനുള്ളൂ നിനക്ക്, മോശയെ പോലെ. എങ്കിലും ആ കഴിവുകേടുകളെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്ലെ കൊരിന്ത്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ, അല്ലെ റോമാലേഖനം ഒക്കെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ അവിടെ അറിയാം, ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഏതുമില്ലാത്ത നികൃഷ്ടമായത്, കുലഹീനമായതൊക്കെ ദൈവം തെരഞ്ഞെടുത്തു. ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ആ നിലയിലുള്ള ശ്രേഷ്ഠമായ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ നോഹയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ആ നിന്നോട് എനിക്കൊരു നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടേതായ ചുറ്റുപാടുകളിലും നമ്മുടെ ദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മേക്കാൾ തലയെടുപ്പുള്ള എത്രയോ ആളുകളുണ്ട്. ഒരുപക്ഷെ മാനുഷികമായ യോഗ്യത, ലോകപരമായ യോഗ്യത നോക്കിയാൽ നമ്മേക്കാൾ ഏത് നിലയിലും
തിരഞ്ഞെടുക്കാൻ യോഗ്യന്മാരായ പലരുമില്ലേ, അവരെയൊക്കെ തിരഞ്ഞെടുക്കാതെ കർത്താവ് നമ്മോടൊരു നിയമം ചെയ്തു. അവന് നമ്മോട് പക്ഷം തോന്നി, അവന് നമ്മോട് കരുണ തോന്നി. ആ കർത്താവ് നമ്മോട് പറയാം, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും, അതുകൊണ്ട് നീ അതിനകത്ത് കടക്കണം. ആ പറഞ്ഞ ദൈവം ആ നിയമത്തിനെ ലംഘിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നീ ഇതിനകത്ത് പ്രവേശിച്ചാൽ നിനക്കൊരു ഉദ്ധാരണമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ, നിനക്കൊരു വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ, ആ ജലപ്രളയം കഴിഞ്ഞു. ആ ജലപ്രളയത്തിനു ശേഷം ആ ഒരു പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകിയത് നോഹയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. അതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ അവൻ അതുപോലെ വിശ്വസിച്ച് നോഹയോട് ദൈവം പറഞ്ഞത്, ഈ ഭൂമിയിൽ ഞാൻ ജലപ്രളയം ഉണ്ടാക്കാൻ പോകുന്നു. അന്ന് വരെയുള്ളതായ സാഹചര്യത്തെക്കുറിച്ച് വചനം പറയുന്നത്, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂതലത്തെ മുഴുവനും നനയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതുവരെ മഴ എന്താണെന്ന് മനുഷ്യൻ കേട്ടിട്ടില്ല, മനുഷ്യൻ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നീ ഒരു വലിയ ജലപ്രളയം ഇവിടെ സംഭവിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ നീയും നിന്റെ കുടുംബവും, അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ആളുകളും, അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കണക്കിൻ പ്രകാരമുള്ള ആളുകളും കൂടെ കൂടി അതിനകത്ത് കയറി രക്ഷപ്പെടണം. ഒരു വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ജലപ്രളയത്തിന്റെ കാലയളവുകളിൽ ദൈവം അവരെ സൂക്ഷിച്ചു. ദൈവം പറഞ്ഞ വാക്കിന് വ്യത്യാസം കാണിക്കാതെ ദൈവം നിയമം ലംഘിച്ചില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എന്നോടും നിന്റെ ഭവനത്തോടും പറഞ്ഞ ആ ചെയ്തിട്ടുള്ള നിയമത്തിന് അല്പപോലും വ്യത്യാസമില്ലാതെ അത് കൃത്യതയോടെ നിറവേറ്റുന്ന ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര മതിയായവനാണ്. പലരും പറഞ്ഞത് മാറ്റി പറഞ്ഞപ്പോൾ, പലരും ചെയ്ത ഉടമ്പടി തിരുത്തിയപ്പോൾ, അല്ലെ പലതിനും മാറ്റം വന്നപ്പോൾ അതിനൊന്നും മാറ്റം വരാതെ കൃത്യതയോടെ നിറവേറ്റിയ ആ ദൈവത്തിന്റെ ദയ എത്ര വലിയതാ. ഹല്ലേലൂയ. എന്റെ നിയമത്തെ ഞാൻ ലംഘിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നിയമങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഞാൻ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മോട് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ, ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മോട് ചെയ്ത ഉടമ്പടികൾ, നമ്മോട് ചെയ്ത വ്യവസ്ഥകൾ, അതിനൊന്നിനും കർത്താവ് മാറ്റം വരുത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ജലപ്രളയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവം മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുകയാണ്. ഇനിയും ദൈവം ഒരു നിയമം ചെയ്തു, ജലപ്രളയ നിമിത്തം ഞാൻ ഈ ഭൂമി എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കയില്ല. ഹല്ലേലൂയ. ഒരേറിയല്ല, ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കയില്ല. ചില ആളുകൾ പറയാറുണ്ട്, അന്ന് നോഹയുടെ കാലത്തുണ്ടായ ആ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ലോക്കൽ ഫ്ലഡ് ആണെന്ന് പറയുന്നവരുണ്ട്. ഒരു പ്രാദേശികമായിട്ടുള്ള വെള്ളപ്പൊക്കം വന്ന. എന്നാൽ അങ്ങനെയെങ്കിൽ അവിടെ ഭൂമി എന്നുള്ള വാക്ക് ചേർക്കേണ്ട കാര്യമില്ല. അവിടെ ദൈവം പറയുന്നത്, ഞാൻ ഈ ഭൂമിയെ ഇനിയും എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കയില്ല. ദൈവമക്കളെ, പല വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലയിടത്തും ഭേമാരികളുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഡാം തുറന്നുവിടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് ജനജീവിതത്തെ സംഭവിപ്പിച്ചിട്ടുണ്ട്. അനേകരും മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമൂലമായ ഒരു തുടച്ചു നീക്കൽ ഒരിക്കൽ പോലും ഒരു വെള്ളം കൊണ്ട് നടക്കാത്തതിന്റെ കാര്യം എന്തെന്നറിയാമോ? വെള്ളമില്ലാത്തത് കൊണ്ടല്ല, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ വരാത്തത് കൊണ്ടല്ല, തമ്പുരാന്റെ നിയമമാ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാന്റെ നിയമമാ. സുനാമികൾ എത്രയോ പ്രാവശ്യം കയറി വന്ന് പലയിടങ്ങളിലും നാശങ്ങൾ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിലുള്ള കെടുതികൾ ഉണ്ടായപ്പോൾ അതൊന്നും മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാതിരുന്നത് ഈ നിയമമാ. കർത്താവ് പറഞ്ഞു, ഇനിയും ഞാനൊരു വെള്ളം കൊണ്ട് ഈ ഭൂമിയെ ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ നശിപ്പിക്കയില്ല. അത് ദൈവം ചെയ്ത നിയമമാ. അങ്ങനെയെങ്കിൽ ദൈവം ചെയ്ത നിയമത്തെ ദൈവം ഇതുവരെ ലംഘിക്കാതിരുന്നെങ്കിൽ, ഈ ഭൂമിയോടുള്ള ബന്ധത്തിലുള്ള നിയമം ലംഘിക്കാതിരുന്നെങ്കിൽ, ദൈവവേദനയെ നിന്നോടുള്ള ദൈവം പറഞ്ഞിട്ടുള്ള നിയമങ്ങളും ലംഘിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവസാനമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം ഞാൻ വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായി, കുടുംബമായി ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതിന് ഭേദം വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനോട് പറഞ്ഞു, നീ കരുതിപ്പോയിരിക്കണം. ഈ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ നിന്നെ പുലർത്താൻ എന്റെ പദ്ധതിയുടെ
ഒരു ഭാഗം ഞാൻ അവിടെയാ ക്രമീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാക്ക നിനക്ക് രാവിലെയും വൈകിട്ടും ആഹാരം കൊണ്ടുതരും. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, ഒരു ദിവസം പോലും ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കാക്ക വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ലാത്ത നിലകളിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്താതെ ന്യായമായത് തരാമെന്ന് പറഞ്ഞ് കർത്താവ് നിന്നെ വിളിച്ചെങ്കിൽ, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് കർത്താവ് തെരഞ്ഞെടുത്തെങ്കിൽ, ഇന്നലെ വരെയും ഓർത്ത് ദുഃഖിപ്പാൻ ഇടവരാതെ കർത്താവേ നിന്റെ വാക്ക് എവിടെയെന്ന് നീ എന്നോട് പറഞ്ഞതായ ആ വാക്കിന് ഭേദം വന്നല്ലോ എന്ന് പറയത്തക്ക ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതെ വിശ്വസ്തയോടെ ജീവിച്ചിട്ടുള്ള കാലങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തനായി തന്നെ പാർക്കുന്നവന് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, കെരീത്തിലാണെങ്കിലും സാരാഫാത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭേദം വരുത്തത്തില്ല. സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ട് ദൈവത്തിന്റെ വാക്ക് മാറ്റിപ്പറയുകയില്ല. ഒരുപക്ഷേ ഹല്ലേലൂയ അല്ലെ ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും പുലർത്താമെന്ന് പറഞ്ഞാൽ അവൻ പുലർത്തുക തന്നെ ചെയ്യും. പരിപാലിക്കാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും. നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ പ്രിയപ്പെട്ടവരെ നോക്കി, അല്ല നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി ദൈവം ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിഘ്നം വരാതെ കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം വചനം പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കയില്ല, അവന്റെ സന്തതി ആഹാരം ഇരിക്കയില്ല, അവന്റെ സന്തതി ആഹാരം ഇരക്കയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കയില്ല. വചനം പറയുന്നു, ദൈവം നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരാത്ത നിലകളിൽ ദൈവം ഇന്നലകളിൽ വരെ നമ്മെ നടത്തി, ഇന്നും നമ്മെ നടത്തുന്നു, അത് നാളെയും നടത്തുമെന്നുള്ളതിന് തെളിവാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തത്തില്ല. ഇന്ന് വരെ നടന്നതിനെ കുറിച്ച് മാത്രമല്ല, നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ചും നാളെ സംഭവിക്കുമെന്ന് ദൈവം പല ആവർത്തി പറഞ്ഞ് ഒന്നിലധികം വ്യക്തികളിലൂടെ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലും നടക്കയില്ലെന്ന് ഒരുപക്ഷെ ശത്രു പറയുമ്പോൾ, സാഹചര്യങ്ങൾ പറയുമ്പോൾ, സാഹചര്യം ആ നിലയിൽ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ, ഇല്ല, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഒരു ഭേദം വരത്തില്ല. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, എലയാസർ അല്ല നിന്റെ തലമുറ എന്ന് പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു ഇസ്മായേൽ അല്ല നിന്റെ തലമുറ എന്ന് പറയുന്നത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ തലമുറ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ദൈവമക്കളെ, ദൈവം പറഞ്ഞതിന് ഭേദം വരികയില്ല. സാഹചര്യങ്ങൾ എതിരാകട്ടെ, ശാരീരിക ഘടനകൾ അല്ല വിപരീതമാകട്ടെ, നീ ഭാരപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവനത് മാറ്റി പറയാൻ അവൻ മനുഷ്യനല്ല. അവൻ ഭേദം വരുത്താനവണ്ണം നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പരിചയപ്പെട്ട ദൈവം, ഇന്നലകളിൽ എന്നോട് കൂടെ ഇരുന്ന ദൈവം, ഇന്നുവരെ എന്നെ നടത്തിയ ദൈവം, എന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഇന്നുവരെ ദൈവം നടത്തുന്നു. ഹല്ലേലൂയ. ദൈവം ഒരാളോടൊരു ആലോചന പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോലും വിഘ്നം വരുത്താതെ ദൈവം ഇന്ന് പകലും നിറവേറ്റുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് അവൻ ഭേദം വരുത്തുകയില്ല. ഇന്ന് പകൽക്കാലം അല്ല ജീവിതത്തിൽ ഒരു പക്ഷേ ചില വിടുതലൂടെ പ്രതീക്ഷിച്ച് വാഗ്ദത്തത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ദൈവമൈതലേ, തളരരുത്, തളരരുത്. ഇന്ന് പകൽക്കാലം അവന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം കഴിയാത്തവനല്ല. അവൻ അതിനുവേണ്ടി ജാഗരിക്കുന്നവനാണ്. അവനെ മുറുകെ പിടിച്ചു നീ മുന്നോട്ട് പോകുക. അടുത്ത ദിവസങ്ങൾ നിന്റെ വിടുതലുകൾ സംഭവിക്കും. അടുത്ത ദിവസങ്ങൾ ദൈവം നിന്നെ മാനിക്കും. അടുത്ത ദിവസങ്ങൾ നിന്നെ കർത്താവ് ആദരിക്കാനിടയായി തരും. നിനക്ക് ഒരു കൊയ്ത്തവൻ വെച്ചിട്ടുണ്ട്. നിന്റെ വായിൽ ഒരു പുകഴ്ച ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പല ദൈവമക്കളും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നന്ദിയോടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവർക്ക് ലഭിച്ച വിടുതലുകളെ കുറിച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ കുടുംബത്തിൽ, തലമുറകളിൽ ഇന്ന വിടുതലുകൾ ചെയ്തു എന്ന് എഴുന്നേറ്റ് സാക്ഷി പറയുമ്പോൾ അവന്റെ വായിലെ പുകഴ്ച ദൈവം കൽപ്പിച്ചത് അതിനനുസരിച്ച് അവൻ സാക്ഷ്യം പറയുമ്പോൾ, കർത്താവേ, എനിക്കും അങ്ങനെ പറയാൻ കഴിയുന്നില്ലല്ലോ, എന്റെ തലമുറയ്ക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന പിതാവേ, മാതാവേ, സങ്കടപ്പെടുന്ന ദൈവമൈതലേ, നിന്റെ വായിൽ ഒരു പുകഴ്ച തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം മതിയായവനാണ്. നിന്നെ നോക്കി ദൈവം ഒരു ആലോചന പറഞ്ഞെങ്കിൽ, നിന്നെ നോക്കി ദൈവം ഒരു അരുളപ്പാട് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്കുക, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഒരിക്കലും ഭേദം വരികയില്ല.
ഹല്ലേലൂയ. അതിന് മാറ്റം വരാതെ ഹല്ലേലൂയ. ദൈവം തന്റെ വാക്കിനെ കുറിച്ച് അവൻ അനുദപിക്കുന്നവനല്ല, തന്റെ പ്രവർത്തികളെ കുറിച്ച് അവൻ അനുദപിക്കുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തത ആവശ്യമാണ്. വിശ്വസ്തതയോടെ പരമാർത്ഥതയോടെ ജീവിക്കണം. വാക്കുകളെ ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക. അല്ലെ 4 ചിന്തകളാണ് ഞാൻ ഓർപ്പിച്ചത്. 1, ഞാൻ എന്റെ ദയ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല. 2, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. 3, എന്റെ നിയമം ഞാൻ ലംഘിക്കുകയില്ല. 4, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഏറ്റെടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭവനത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആരാധന കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വേളകളിൽ ആത്മാവ് ഇടപെടുന്നെങ്കിൽ ആ വചനത്തിന്റെ മുകളിൽ കൈവച്ച് സ്തോത്രം ചെയ്യണം. കർത്താവ് ഹല്ലേലൂയ, ഞാൻ കേട്ടതുപോലെ ഹല്ലേലൂയ, ഞായറാഴ്ച ദൈവത്തിന്റെ വചനത്തിലൂടെ നീ എന്നോട് സംസാരിച്ചതുപോലെ കർത്താവേ, ദയ നീ നീക്കിക്കളയുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ പലരും ദയ നീക്കിക്കളഞ്ഞപ്പോ, പലരും നമ്മെ വെറുത്തപ്പോ, പലരും നമ്മെ ഒറ്റപ്പെടുത്തിയപ്പോൾ, പലരും ഹല്ലേലൂയ കൂടെ നിന്നവർ നമ്മെ വിട്ടുപോയപ്പോൾ, ഹല്ലേലൂയ പലരും നമ്മെ വിടക്കം തണ്ണിയപ്പോൾ കർത്താവ് ദയ മാറ്റിക്കളയാതെ നിലനിന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലെ, ഇന്നലെ വരെ കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ച കൂടെ നിന്ന പലരും പുറം തിരിഞ്ഞു കാണിച്ചപ്പോൾ കർത്താവ് ഇന്നും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ നല്ല സഖിയായി അവൻ കൂടെ ഇരിക്കുന്ന ദൈവമല്ലേ. ഹല്ലേലൂയ. പലരും വിശ്വസ്തതയ്ക്ക് ഭംഗം വന്നപ്പോ അല്ലെങ്കിൽ വാക്ക് മാറ്റി പറഞ്ഞു. ഹല്ലേലൂയ. അവർ ചെയ്ത ഉടമ്പടിക്ക് വ്യക്തം വന്നു. അതിനൊക്കെ സംഭവിച്ചപ്പോൾ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വന്നില്ല. ഹല്ലേലൂയ. 3, അവന്റെ നിയമം ലംഘിച്ചില്ല. വ്യക്തിപരമായി ചെയ്ത നിയമങ്ങൾ അവൻ ലംഘിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തോട് പറഞ്ഞ നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല. 4, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഹല്ലേലൂയ ഭേദം വരികയില്ല. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്ന് നിന്നെ നോക്കി ദൈവം ആലോചന പറഞ്ഞെങ്കിൽ അത് നിന്റെ തലമുറയുടെ കാലത്തല്ല നടക്കുന്നത്, അത് നിന്റെ കാലത്ത് സംഭവിക്കും. അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് നിന്റെ തലമുറയുടെ കണ്ണുകൊണ്ടല്ല കാണുന്നത്, അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ഒന്നുകൂടെ ഓർക്കുക, അത് കാണാൻ ദൈവം നിന്നെ ആരോഗ്യത്തോടെ, കണ്ണിന് കാഴ്ചയുള്ളവനായി, കണ്ണിന് ശോഭയുള്ളവനായി, അത് കണ്ട് ആസ്വദിക്കുവാൻ ദൈവം നിന്നെ നിർത്തും. ഹല്ലേലൂയ. തലമുറയുടെ വിടുതല്. ഹല്ലേലൂയ. ഭവനമില്ലാതെ മാറി മാറി ഹല്ലേലൂയ വാടകയ്ക്കൊക്കെ താമസിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവം പറഞ്ഞത്, അല്ലെ നിന്റെ കാലത്ത് ഞാനൊരു നന്മ തരുമെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ കാലത്ത് സംഭവിക്കും. തലമുറയുടെ കാലത്ത് വരുന്ന നന്മ നീ കാണുമെന്ന് പറഞ്ഞെങ്കിൽ തലമുറയുടെ കാലത്ത് തലമുറ വെച്ച വീട് വെച്ചിട്ട് അപ്പച്ച അല്ലെ അമ്മച്ചി ഇതാ വീടെന്ന് പറഞ്ഞ് തപ്പിത്തടഞ്ഞ് തപ്പി നോക്കാൻ അല്ല ദൈവം പറഞ്ഞത്. നീ കാണുമെന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കണം. എന്റെ ഈ കണ്ണുകൊണ്ട് ഇയ്യോബ് പറഞ്ഞ പോലെ വിശ്വസിക്കാം. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. അതിനുള്ള കാഴ്ച ദൈവം തരും. എന്റെ ദേഹബലം ക്ഷയിക്കാതെ, എന്റെ കണ്ണിന് ശോഭ കുറയാതെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം അവൻ എന്നോട് പറഞ്ഞത് നിറവേറ്റും. ഞാനത് കാണും. കണ്ട് ഞാൻ അവരെ സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവമക്കളെ വിശ്വാസം. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ തികവേറിയ പ്രവർത്തിക്കായി നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് തലകളെ വണക്കി ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അല്ല, നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തനാ. നമ്മുടെ കർത്താവ് ഇന്നും നമ്മെ നടത്തുന്നവനാ. ആ ദൈവകരങ്ങളിൽ നമുക്കൊന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾ, ഇന്നലകളിൽ നമ്മെ നടത്തിയ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും തന്ന് നമ്മെ പരിപാലിച്ച ദൈവം, ദയ നീക്കിക്കളയാതെ, വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താതെ, നിയമം ലംഘിക്കാതെ, അതരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്താതെ പരിപാലിച്ച ദൈവം, ആ ദൈവകരങ്ങൾ ഒന്നുകൂടെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ, യേശു യേശു
നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനഖിലം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ. മാറമധുരമ മാറ്റിയിടുമേ, മാറമധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ, അവനാരിലും മതിയായവൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പാ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കടന്നു വരാൻ ഇടയായിത്തീർന്നല്ലോ. അവിടുത്തെ തിരുസ്വരം കേൾക്കുവാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിച്ചല്ലോ. താവേ, ദയം നീക്കിക്കളയാത്ത അങ്ങയുടെ പ്രവൃത്തിയെ കുറിച്ചോ, അല്ലെങ്കിൽ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താത്ത അങ്ങയുടെ സ്നേഹത്തെ കുറിച്ചോ, അല്ലെങ്കിൽ നിയമത്തെ ലംഘിക്കാത്ത അവിടുത്തെ കരുതലിനെ കുറിച്ച്, അതരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്താതെയുള്ള അങ്ങയുടേതായ നീതിയുടെ പ്രവൃത്തിയെ കുറിച്ച് ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ പ്രവൃത്തികളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട്, അവിശ്വസിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എങ്കിലും കർത്താവ് ഞങ്ങളോട് കരുണ കാട്ടിയല്ലോ. ഈ പകൽ വരെ ഞങ്ങളെ പരിപാലിച്ച അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ കാണുവാനും കണ്ടുണരുവാനും ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഹല്ലേലൂയ സമർപ്പിച്ച് മുന്നേറാൻ ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചതുകൊണ്ട് സ്തോത്രം, ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ പിന്നെയും ഒരുക്കണമേ. എല്ലാ മഹത്വമാൻ ഇവിടുന്ന് എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ.